നേപ്പാൾ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ കൊച്ചിൻ എയർപോർട്ടിലാണുള്ളത്. ഇവിടെ നിന്ന് ബോംബെ പിന്നെ നേപ്പാൾ ഇൻഡിഗോ ഫ്ലൈറ്റ് ആയിരുന്നു ബുക്ക് ചെയ്തത്. 5:30 ഡിപ്പാച്ചർ ടൈം. രാത്രി വെറും 3 മണിക്കൂർ മാത്രം ഇറങ്ങി കൊച്ചു വെളുപ്പാങ്കാലത്ത് ഞങ്ങളുടെ നേപ്പാൾ ട്രിപ്പ് ആരംഭിക്കുകയാണ്. ഉറക്കച്ചടവുള്ള കണ്ണുകളോടുകൂടെ ആണെങ്കിലും വിൻഡോ സീറ്റ് കിട്ടിയ സന്തോഷത്തിലാണ്. കറക്റ്റ് ടൈമിൽ തന്നെ ടേക്ക് ഓഫ് ചെയ്തു. മിന്നിത്തിളങ്ങി നിൽക്കുന്ന കൊച്ചിയെ ആസ്വദിച്ച് മേഘങ്ങൾക്ക് മുകളിലെത്തിയപ്പോൾ ഞങ്ങളെ കാത്തിരുന്നത് അതിലും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. പ്രഭാതം പൊട്ടിവിടരുന്ന ആ രംഗം. സൂര്യൻ ഉദിച്ചു വരുന്നതിന് തൊട്ട് മുമ്പുള്ള കാഴ്ചയാണിത്. എന്ത് രസമാണെന്ന് നോക്കിക്കേ. കൊതിയോടെ ഞാൻ ആ കാഴ്ച പകർത്തിക്കൊണ്ടിരുന്നു. മേലെ എത്തിയപ്പോൾ ഫ്ലൈറ്റ് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന പോലെ തോന്നും. സൂര്യൻ ഉദിച്ചു വരുന്നത് മിസ്സാവാതെ ഇരിക്കാൻ ഞങ്ങൾ ഉറങ്ങാതെ കടലമിഠായും കഴിച്ച് കാത്തിരുന്നു. അതാ സൂര്യൻ കൂടുതൽ പൊങ്ങി പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മേഘങ്ങളൊക്കെ കൂടുതൽ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി സൂര്യൻ മേഘങ്ങൾക്ക് മുകളിൽ ഉദിച്ചു വന്നിരിക്കുകയാണ്. എന്ത് രസാന്നറിയോ ആ കാഴ്ച കാണാൻ. ആ മനോഹര ദൃശ്യം പകർത്തി എൻ്റെ ഗ്യാലറി നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. നേപ്പാൾ കാഴ്ചയ്ക്കായി സ്ഥലം ബാക്കി വെക്കണമെന്നറിയാം, പക്ഷേ എനിക്കൊന്നും ഡിലീറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത്ര മനോഹരമായ ഫ്രെയിമുകൾ. ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല കയറിയത്. പക്ഷേ ആ രസം കുറച്ചു നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. സൂര്യൻ കൂടുതൽ ഉയർന്നു വന്നപ്പോൾ ചൂടൊക്കെ കൂടി പുറത്തേക്ക് നോക്കാൻ വയ്യാത്ത അവസ്ഥയായി. അങ്ങനെ പറന്ന് ഞങ്ങൾ ബോംബെ എയർപോർട്ടിലേക്ക് എത്തി. ഇതാണ് ഛത്രപതി ശിവരാജ് മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഇന്ത്യയിൽ തന്നെ തിരക്കേറിയ ഒരു എയർപോർട്ടാണിത് കേട്ടോ. മനോഹരമായി രൂപകൽപ്പന ചെയ്ത ഈ എയർപോർട്ട് ഇപ്പോൾ നടത്തുന്നത് അദാനി ഗ്രൂപ്പാണ്. വിശന്ന് വലഞ്ഞ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് തേടി അലഞ്ഞു. എവിടെ ചെന്നാലും എല്ലാത്തിനും ഒടുക്കത്തെ വിലയാണ്. കണഗുണ സാധനം കഴിച്ച് വയറ് കേടാക്കാൻ പാടില്ലല്ലോ. സോ ഞങ്ങൾ അങ്ങനെ മസാല ദോശ കഴിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടുമോന്നറിയില്ല, ഞങ്ങൾ ഞെട്ടി. 560 രൂപയുടെ മസാല ദോശ. 560 രൂപയാണ് ഈ ഒരു മസാല ദോശയ്ക്ക്. ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും വില കൂടിയ മസാല ദോശ. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഒന്നുമില്ല, സാധാ നമ്മൾ കഴിക്കുന്ന മസാല ദോശയൊക്കെ തന്നെ. ഇവിടെ ഇങ്ങനെയാണല്ലോ, വിശക്കുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഫ്ലൈറ്റ്സൊക്കെ പോകുന്നതും വരുന്നതും കണ്ട് ദോശ കഴിച്ച് വാഷ്റൂമിലൊക്കെ പോയി സെറ്റായി വന്നു. ഞങ്ങളുടെ നേപ്പാളിലേക്കുള്ള ഫ്ലൈറ്റ് കയറി. 11:15 കാഠ്മണ്ഡുവിലേക്കുള്ള ഇൻഡിഗോ ഫ്ലൈറ്റ് ആയിരുന്നു. അവിടെ ഇരുന്നപ്പോൾ ദാ ഒരു വിമാനം പുറകോട്ടെടുക്കുന്ന കാഴ്ച കണ്ടു. മുന്നിൽ നിന്ന് തള്ളി ഇങ്ങനെയാണ് പുറകോട്ടെടുക്കുന്നത്. തിങ്ങി നിറഞ്ഞ ബിൽഡിങ്സ് ഉള്ള ആ തിരക്കേറിയ മുംബൈ നഗരത്തിൽ നിന്ന് ഉയർന്ന് മേഘങ്ങൾക്ക് മുകളിലെത്തി. നമ്മളിപ്പോൾ എത്തിച്ചേരാൻ പോകുന്നത് കാഠ്മണ്ഡുവിലേക്കാണ്. അവിടെ എത്താറായപ്പോൾ മേഘങ്ങൾക്കുള്ളിലൂടെ പോകുന്ന ഒരു കാഴ്ചയാണിത്. പലർക്കും ഇത് വലിയ കാര്യമൊന്നും തോന്നില്ലായിരിക്കും, പക്ഷേ എനിക്കിത് കൗതുകം നിറഞ്ഞ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. കാഠ്മണ്ഡുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നേപ്പാളിൻ്റെ തലസ്ഥാനവും ഏറ്റവും വലിയൊരു നഗരമാണ് കേട്ടോ. മലകളാൽ ചുറ്റപ്പെട്ട ഒരു താഴ്വാരമാണിത്. ഇത് പണ്ട് വലിയൊരു തടാകമായിരുന്നു എന്നാണ് വിശ്വാസം. കാലക്രമേണ വെള്ളം ഒഴിഞ്ഞതോടെ രൂപം കൊണ്ട ഒരു പ്രദേശമാണിത്. ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണിത്. ഹിമാലയ പർവ്വത നിരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കാഠ്മണ്ഡു എവറസ്റ്റ് പോലുള്ള മലകയറ്റ കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന കവാടവും കൂടിയാണ് കേട്ടോ. ഞങ്ങളെ സ്വീകരിക്കാൻ ഉണ്ണിയുടെ എൽഡർ ബ്രദറായ ദീപു ചേട്ടായി എത്തിയിട്ടുണ്ടായിരുന്നു. ചേട്ടായി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ യാത്രയ്ക്ക് ഒരുങ്ങിയത്. 3 അവിടെ എത്തിയപ്പോൾ ചേട്ടായിയുടെ താമസ സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ തങ്ങുന്നത്. വേഗം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പ്രയാണം തുടങ്ങുകയാണ്. ഈ യാത്രയുടെ പ്രത്യേകത എന്തെന്നാൽ കൂടുതലും ഞങ്ങൾ ഉപയോഗിച്ചത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആയിരുന്നു കേട്ടോ. ബസ്, ടാക്സി, കാൽനട യാത്ര അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ യാത്ര. അങ്ങനെ ബസ്സിൽ കയറി പശുപതിനാഥ് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ. ഗതാഗതക്കുരക്ക് വളരെ അധികമുള്ള ഒരു സ്ഥലമാണെന്ന് ആദ്യ യാത്രയിൽ തന്നെ മനസ്സിലായി. ഇതുപോലുള്ള നിരവധി വാഹനങ്ങൾ ആളുകളെ കയറ്റി ഓടുന്നുണ്ടായിരുന്നു. ബസ്സിൽ നിന്നിറങ്ങി അതിലൊന്നിൽ ഞങ്ങൾ കയറി. ചേട്ടായിയുടെ കയ്യിൽ ഇന്ത്യൻ റുപ്പി കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. നേപ്പാൾ റുപ്പിയാക്കി മാറ്റി ചേട്ടായിയാണ് എല്ലാം കൈകാര്യം ചെയ്തത്. ഊർജ്ജസ്വലനായ ഒരു ഗൈഡിനെ പോലെ മുമ്പിൽ ചേട്ടായി നടക്കും, പിറകെ കുട്ടികളെ പോലെ ഞങ്ങളും. ശിവഭഗവാനെ പശുപതിനാഥൻ എന്ന പേരിൽ ആരാധിക്കുന്ന ലോക പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കേട്ടോ ഈ പശുപതിനാഥ് ടെമ്പിൾ. ഇന്ത്യയിലെ ഗംഗാ നദി പോലെ പരിശുദ്ധിയുള്ളതെന്ന് കണക്കാക്കപ്പെടുന്ന ബാഗ്മതി നദിയുടെ തീരത്താണ് പശുപതിനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അന്ത്യകർമ്മങ്ങളും ശവസംസ്കാരങ്ങളും നടത്തുന്നത് മോക്ഷപ്രാപ്തിക്ക് വഴിയൊരുക്കും എന്നാണ് വിശ്വാസം. അങ്ങനെ എരിയുന്ന ഒത്തിരി ഇടങ്ങൾ നമുക്കിവിടെ കാണാനാകും. പ്രധാന ക്ഷേത്രത്തിന് ചുറ്റുപാടുകളിൽ അനേകം ചെറിയ ക്ഷേത്രങ്ങളും ശില്പകലാ മണ്ഡപങ്ങളും സന്യാസിമാരെയും ആശ്രമങ്ങളും ഒക്കെ കാണാട്ടോ.
സന്ധ്യാസമയത്ത് നടക്കുന്ന ദീപാരാധനയും മഹാ ആരതിയും ദിവസത്തെ ആരാധനയുടെ ഏറ്റവും ഭക്തിപൂർണമായ ഭാഗമാണ്. വേദമന്ത്രങ്ങളുടെയും നാദസ്വരത്തിൻ്റെയും അകമ്പടിയോടുകൂടി നടക്കുന്ന ഈ ആരാധന കാണാൻ ഒത്തിരി പേര് തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഞങ്ങളും കയറി നിന്നു. എണ്ണവിളക്കുകൾ കത്തിച്ച് ശിവഭഗവാനെ സ്തുതിക്കുന്ന ഈ ചടങ്ങ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ പരിസരം ഭക്തിസാന്ദ്രമായി മാറുന്നത് കാണാം. അതിനിടയിൽ താഴെ ഇരുന്ന ഒരാൾ ഒറ്റയ്ക്ക് എന്തോ പൂജ നടത്തുന്നത് ഇതിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ കരുതിയത്. പിന്നെയാണ് മനസ്സിലായത് വെള്ളമടിച്ചിട്ടുള്ള പ്രകടനമാണെന്ന്. പൂജ കഴിഞ്ഞ ദീപം എല്ലാവർക്കും തൊഴുവാനായിട്ട് ഒരു സ്ത്രീ അതുമായി ഓടി നടക്കുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ ഒരു ഡെഡ് ബോഡി ചുമന്നുകൊണ്ട് പോകുന്നത് കാണാനും ഇടയായിട്ടോ. പിന്നെ ഒരു ടാക്സി വിളിച്ച് ഞങ്ങൾ നേരെ പോയത് കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിലേക്കാണ്. നേപ്പാളിന്റെ ചരിത്രവും സംസ്കാരവും അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഇടമാണ് കേട്ടോ ഇത്. മല്ല രാജാക്കന്മാരുടെയും ഷാ രാജവംശത്തിന്റെയും ഭരണകേന്ദ്രമായിരുന്നു ഇത്. പുറമെ നിന്ന് മേടിച്ച ബബിൾ ടീ കൈ പിടിച്ചുകൊണ്ട് കറങ്ങി നടന്നപ്പോൾ എന്നെ ആകർഷിച്ചത് കുമാരി ഘറും കുമാരി ദേവി പൂജ എന്ന ആരാധനയുമായിരുന്നു. യൗവനം ആരംഭിക്കാത്ത അവർ ഉദ്ദേശിച്ച ലക്ഷണങ്ങളോട് കൂടിയ ഒരു ബാലികയെ ഇവിടെയുള്ള കുമാരി ഘറിൽ താമസിപ്പിച്ച് ദുർഗാദേവിയായി കണ്ട് പൂജ ചെയ്യുന്നുണ്ട്. ഒരു നിശ്ചിത സമയത്ത് ആ ജനലിൽ നിന്ന് ദർശനം നൽകുന്ന കുമാരിയെ കാണുന്നത് അത്യന്തം പുണ്യകരമാണെന്നാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. ഇന്ദ്രജാത്ര പോലുള്ള അവിടുത്തെ ഉത്സവങ്ങളിൽ രഥത്തിൽ കുമാരിദേവിയെ എഴുന്നള്ളിപ്പിക്കാറുമുണ്ടത്രേ. ചേട്ടായി ഞങ്ങൾക്ക് ഈ കഥ പറഞ്ഞു തന്നപ്പോൾ ഞാൻ ആ കുട്ടിയുടെ അവസ്ഥയാണ് ഓർത്തത്. ഈ കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു കുട്ടിയുടെ ബാല്യം അങ്ങനെയൊക്കെ ആയിപ്പോകുന്നത് എന്തൊരു കഷ്ടമാണല്ലേ. അതെല്ലാം ആലോചിച്ച് അന്നത്തെ രാത്രി ഞങ്ങൾ മയങ്ങി, രാവിലത്തെ യാത്രയ്ക്കായുള്ള ഊർജം വീണ്ടെടുക്കാനായിട്ട്. നേപ്പാളിലുള്ള ഞങ്ങളുടെ അടുത്ത ദിവസത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.